ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് സായി മന്ദിരം. സായിബാബയുടെ ഒരു ടെമ്പിളാണ് ഇത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ കണ്ണൂരിലുള്ള പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളും അവിടെയുള്ള പ്രധാനപ്പെട്ട ചില അമ്പലങ്ങളും മറ്റുള്ള കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത്തവണ അലവിൽ എന്ന സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. കണ്ണൂരിലുള്ള അലവിൽ എന്ന സ്ഥലത്താണ് സായിബാബയുടെ ഒരു പ്രധാന ടെമ്പിൾ 2-3 വർഷം മുമ്പ് ഇവിടെ നിർമ്മിച്ചത്. ഇവിടെ എന്നും പൂജയുണ്ടായിരിക്കും. പകൽ സമയം നടക്കുന്ന പൂജയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ രാവിലെ മുതൽ ആളുകളുടെ തിരക്കാണ്. മാത്രമല്ല, ആഴ്ചയിൽ 2 തവണ ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അലവിൽ എന്ന സ്ഥലത്ത് ഇത്രയും പബ്ലിസിറ്റി കിട്ടി തുടങ്ങി. ഇപ്പോൾ പല പൂജകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു കോവിലായ അലവിൽ കോവിലിലേക്ക് പോകാം. ഇതും അലവിലുള്ള പ്രധാനപ്പെട്ട ഒരു കോവിലാണ്. ഇവിടെ എല്ലാ വർഷവും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. സായി മന്ദിരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത സ്ഥലമായ അലവിലിൻ്റെ തൊട്ടടുത്ത സ്ഥലമായ ചിറക്കലിൽ പോകാം. ചിറക്കലിലെ പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട്. അതാണ് ചിറക്കൽ കടലായി ക്ഷേത്രം. കൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. മലബാറിലെ ഗുരുവായൂർ എന്ന പേരും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇത് കടലായി എന്ന സ്ഥലത്താണ് ഈ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരിൽ ഒരാളായ സത്യഭാമ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയം പുറത്ത് ശ്രീകൃഷ്ണൻ വന്നതറിഞ്ഞില്ല. അപ്പോൾ സ്വന്തം ഭർത്താവ് തന്നെയാണ് ഈ കൃഷ്ണൻ. എന്നിട്ടും ഒരു പ്രതിമയെ പൂജിച്ചതിൽ കൃഷ്ണന് ദേഷ്യം പിടിക്കുകയും ആ പ്രതിമ എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കൈ ഉടഞ്ഞ് നഷ്ടപ്പെട്ടു. ഈ പ്രതിമ കടലിലൂടെ ഒഴുകി വരുന്ന സമയത്ത് മുക്കുവന്മാർക്ക് കിട്ടി. അവർ അത് അന്നത്തെ രാജാവിന് കാഴ്ചവെച്ചു. അപ്പോൾ ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഈ പ്രതിമ വളരെ അപൂർവമാണെന്നും വളരെയധികം തേജസ്സുള്ളതാണെന്നും പറഞ്ഞു. അങ്ങനെ അന്നത്തെ ആൾക്കാർ, അന്നത്തെ രാജാക്കന്മാർ കടലായി എന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും പിന്നീട് വളരെ ഐശ്വര്യത്തോടുകൂടി വലിയ കോയിത്തമ്പുരാൻ ഈ ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് സങ്കല്പം. നമ്മുടെ നേർച്ചകളും പൂജകളും ഒക്കെ ചെയ്യാൻ ഗുരുവായൂരിൽ തന്നെ പോകണം എന്നില്ല. ഇവിടെ വന്ന് ചെയ്താലും മതി. അത്രയും ശക്തിയാണത്രേ ഇവിടുത്തെ ശ്രീകൃഷ്ണന്. എല്ലാ ദിവസവും പൂജയും മറ്റും നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഉത്സവങ്ങളും നടത്തപ്പെടുന്നു. ഇവിടുത്തെ ഉത്സവത്തിന് അതിഭയങ്കരമായ തിരക്കാണ്. ഇവിടെ ഒരുപാട് കല്യാണങ്ങളും നടത്തുന്നുണ്ട്. അമ്പലത്തിന് മുമ്പിൽ മനോഹരമായ അരയാൽ തറയും നല്ലൊരു കുളവും ഉണ്ട്. പണ്ടുകാലം ചിറക്കൽ കടലായി ഭാഗങ്ങളിൽ രാജാക്കന്മാരും പ്രഭുക്കളും ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കടലായി ക്ഷേത്രത്തിന് ചുറ്റും മറ്റനേകം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോയിലൂടെ അലവിൽ എന്ന സ്ഥലവും ചിറക്കൽ എന്ന സ്ഥലവും പരിചയപ്പെട്ടല്ലോ. കണ്ണൂരിലെ അടുത്ത പ്രധാന സ്ഥലങ്ങളുമായി ഞാൻ ഉടനെ വരാം.